നമസ്കാരം. ഇലക്ഷൻ ബസിൻ്റെ മലപ്പുറം ജില്ലയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ തവനൂർ മണ്ഡലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തവനൂരിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീലാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഇലക്ഷൻ ബസ്സിൽ എത്തിയിരിക്കുന്നത്. വീണ്ടും ഒരു പോരാട്ടം ആഗ്രഹിച്ചിരുന്നതല്ല, മാറുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാർട്ടി വളരെ നിർബന്ധപൂർവ്വം കോൺഫിഡൻ്റായി ഏൽപ്പിച്ചു. അപ്പോൾ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല, അത് ഏറ്റവും നന്നാക്കുക എന്നാണ്. എങ്ങനെയാണ് പ്രചാരം മുന്നോട്ട് പോണേ? ഉഷാറായി പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. ഒരുപാട് വീടുകളിൽ ഞാൻ ഇതിനകം തന്നെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. വിവാഹവേളകളിൽ, മരണസമയത്ത് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളാകാൻ വേണ്ടി നിരവധി വികസന പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ്. ഏകദേശം 10 വർഷത്തിനിടയിൽ 1000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 4 പ്രധാനപ്പെട്ട പാലങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒളമ്പക്കടവ് പാലം 1 കിലോമീറ്റർ നീളത്തിലാണ് ആ പാലം കോൾ നിലത്തിലൂടെ കടന്നു പോകുന്നത്. 70% പ്രവൃത്തി പൂർത്തിയായി. 60 കോടിയോളം രൂപയാണ് അതിന് ചെലവ് വരുന്നത്. നായർത്തോട് പാലം തിരൂർ പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലമാണ്. അതിന് ഏകദേശം 65 കോടി രൂപ ചെലവഴിച്ചു, അത് നാടിന് സമർപ്പിച്ചു. മറ്റൊന്ന് എടപ്പാളിലെ ഈ ഫ്ലൈ ഓവർ, മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഒരു ടൗണിൻ്റെ കുറുകെയുള്ള ഫ്ലൈ ഓവറാണ് എടപ്പാളിലെ ഫ്ലൈ ഓവർ. മറ്റു പല പട്ടണങ്ങളിലും ഫ്ലൈ ഓവറുകൾ വേണമെന്നുള്ള നിർദ്ദേശം എത്രയോ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി കോട്ടക്കൽ, മഞ്ചേരി, തിരൂര്. പക്ഷെ അവിടെയൊന്നും ഒരു ഫ്ലൈ ഓവർ ഉണ്ടായിട്ടില്ല ഒരു പട്ടണത്തിൻ്റെ നടുവിലൂടെ. അത് നമുക്ക് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. തിരുനാവായ തവനൂർ പാലം അത് പ്രവൃത്തിയിലേക്ക് നീങ്ങുന്ന തലേ ദിവസമാണ് മെട്രോ ശ്രീധരൻ ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു വിധി സ്റ്റേ വാങ്ങിയത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ 2 ക്ഷേത്രങ്ങൾക്ക് നടുവിലൂടെയാണ് പാലം വരുന്നത്. അത് വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തും. അതുകൊണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റണം. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളും പറഞ്ഞു, സർക്കാരിനോട് തീരുമാനിക്കാൻ പറഞ്ഞു കോടതിയെങ്കിലും ആ കാര്യത്തിൽ വിശ്വാസികളുടെ അഭിപ്രായവും കൂടി തേടി നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ രാഷ്ട്രീയം നോക്കിയാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗ് തൂത്തുവാരി, അല്ലെങ്കിൽ UDF തൂത്തുവാരി എന്ന് പറയാം മലപ്പുറം ജില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ തവനൂർ മണ്ഡലത്തിൽ തന്നെ പെട്ട പണ്ട് മോസ്കോ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പഞ്ചായത്തുകൾ പോലും ഇത്തവണ LDFന് നഷ്ടമായി. അപ്പോൾ പൊളിറ്റിക്കൽ കറൻറ്റ് എതിരല്ലേ? അല്ല, പൊളിറ്റിക്കൽ കറൻറ്റ് 2010 നടന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും എതിരായിരുന്നു. 2011 ഈ മണ്ഡലം രൂപീകൃതമായിട്ട് ആദ്യമായി ഞാനിവിടെ മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ 7 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകൾ പൂർണ്ണമായും UDFൻ്റെ കയ്യിലായിരുന്നു. ഒരു പഞ്ചായത്ത് എടപ്പാൾ, അവിടെ നറുക്കെടുപ്പിലൂടെയാണ് സമാസമം വന്നു LDFും UDFും. നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് LDFും വൈസ് പ്രസിഡന്റ് UDFുമായി. ആകെ ഉണ്ടായിരുന്നത് വട്ടംകുളം പഞ്ചായത്ത് മാത്രമാണ്. അന്നും 8000-ലധികം വോട്ടുകൾക്ക് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ UDF മുന്നിലായിരുന്നു. ആ സമയത്താണ് അന്നത്തെ DCC പ്രസിഡൻ്റായിരുന്ന VV പ്രകാശിനെതിരായിട്ട് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ 6800ഓളം വോട്ടുകൾക്ക് വിജയിക്കുകയാണ് ഉണ്ടായത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും 2 പാറ്റേണിലാണ് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഈ നിയോജക മണ്ഡലത്തിൽ എന്നല്ല, കേരളത്തിൽ മുഴുവൻ എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഒരു അനിതര സാധാരണമായ പ്രതിസന്ധി ഇടതുമുന്നണിയെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് എന്നുള്ളത് മാത്രമല്ല, ന്യൂനപക്ഷ മേഖലയിൽ ഒരു ഇടത് വിരുദ്ധ തരംഗം. ഇപ്പം മന്ത്രി അബ്ദുറഹ്മാൻ തന്നെ മണ്ഡലം മാറി അദ്ദേഹത്തിന് തിരൂരിൽ മത്സരിക്കേണ്ടി വരുന്നു. ഉറപ്പുള്ള സീറ്റ് എന്ന് പറയാൻ ഇപ്പോൾ പണ്ട് പൊന്നാനിയുണ്ട്, പെരിന്തൽമണ്ണ സാധ്യതയുള്ള സീറ്റാണ്. പക്ഷേ ഇപ്പോൾ 16-0 ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് UDF നേതാക്കൾക്ക് ആത്മവിശ്വാസം കൊള്ളാൻ മാത്രം ഏകപക്ഷീയമായ നില വന്നോ? അത് എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ് UDF അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറിയത് തോൽക്കുമെന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല. താനൂരിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്, തിരൂരിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഒരു റിസ്ക് ഏറ്റെടുത്ത് തിരൂരിലേക്ക് വരികയും താനൂരിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയെ, ജയിക്കാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്ന ഒരു വ്യവസായ പ്രമുഖനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി ലഭിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം തിരൂരിലേക്ക് മാറിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജില്ലയിൽ തന്നെ 6-7 മണ്ഡലങ്ങളിൽ നല്ല മത്സരമാണ് നടക്കുന്നത്. മങ്കടയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുന്നത്ത് ആലിക്കുട്ടി മുസ്ലിയാരുടെ അനുജൻ്റെ മകനാണ് LDFൻ്റെ സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ്. കുന്നത്ത് മുഹമ്മദിന് കെട്ടിവെക്കാനുള്ള പണം കൊടുത്തത് 10,000 രൂപ കൊടുത്തത് ആലിക്കുട്ടി മുസ്ലിയാരാണ് കൊടുത്തത്. അപ്പോൾ ന്യൂനപക്ഷങ്ങളെല്ലാവരും ഇടതുപക്ഷത്തിന് വിരുദ്ധമായിരുന്നെങ്കിൽ
കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറി. അല്ല, അത് ലീഗ് ഓക്കെ ശരി, വിമതൻ എന്നുള്ള നിലയിൽ ഒരാൾ അവിടെ വരുന്നു. സമസ്ത കേരള ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ വിമത സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള പണം കൊടുക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ വളരെ സജീവമായി LDF ഉണ്ടായിരുന്നു. ലീഗ് തന്നെ അയ്യോ കുറച്ച് വോട്ട് കുറയുന്നു വിചാരിച്ചാണ്, എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അല്ല, പക്ഷെ അതൊക്കെ നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാം. എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. മുൻപ് നടന്നിട്ടുള്ള തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഈ ജില്ലയിൽ ലീഗ് തന്നെയാണ് മുന്നിട്ട് നിൽക്കാറ്. പ്രത്യേകിച്ച് തവനൂർ നിയോജക മണ്ഡലത്തിലൊക്കെ ലീഗിൻ്റെ ഒരു നല്ല സ്വാധീന മേഖലയാണിത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വോട്ടൊക്കെ എവിടെയാണ്? കഴിഞ്ഞ പ്രാവശ്യം 10 ലക്ഷത്തിലധികം ഫേസ്ബുക്ക് ഫോളോവേഴ്സുള്ള വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകൻ ഇതാ അവതരിച്ചിരിക്കുന്നു ഒരു മിശിഹ എന്നുള്ള രൂപത്തിലല്ലേ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചത്, എന്നിട്ടും ജയിച്ചില്ലേ? അതൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നില്ലല്ലോ. അല്ല, രാഷ്ട്രീയ പോരാട്ടത്തെക്കാൾ അപ്പുറത്തേക്ക് വോട്ടുകൾ വാങ്ങാൻ, പ്രത്യേകിച്ച് BJPയുടെ വോട്ടുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം UDFന് വളരെ കൂടുതൽ ലഭിച്ചു. BJPക്ക് വോട്ട് കുറയുമ്പോൾ ഇവിടെ എനിക്ക് വോട്ട് ഭൂരിപക്ഷം കുറയാണ് ചെയ്യുക. BJPക്ക് വോട്ട് കൂടുമ്പോൾ എൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്യുക. അതാണ് ടെക്നിക്കല്ലേ? അല്ല, ഇത്തവണ ഇപ്പോൾ നോക്കൂ, ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി ഹക്കീം അസ്കരിയെ കണ്ടു. അതിന് മുമ്പ് കാന്തപുരത്തിൻ്റെ ഇഫ്താറിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുലമയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ ഉത്തരത്തിൽ ഇരുന്നത് കിട്ടിയില്ല, കക്ഷത്തിലുള്ളത് പോയി എന്ന് പറയുന്ന ഒരു സിനാരിയോ സംഭവിക്കുമോ? അല്ല, കാരണം AP വിഭാഗത്തിന് അറിയാം ആരാണ് അവരെ സഹായിച്ചിട്ടുള്ളത്. സത്യത്തിൽ AP വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ സമാധാനത്തോട് കൂടിയിട്ട് അവരുടെ സംഘടനാ പ്രവർത്തനം നടത്തി ഒരു റെയിലുമ്മലായത് ഈ 10 വർഷത്തിനിടയിലാണ്. അതിനു മുമ്പ് വരെ എന്തായിരുന്നു? എത്ര ആളുകളാണ് വധിക്കപ്പെട്ടത്? 10-15ഓളം AP സുന്നി പ്രവർത്തകരെയാണ് കൊന്നു തള്ളിയത്. അവർക്ക് അവരുടെ പള്ളികൾ മുഴുവൻ പിടിച്ചടക്കാനുള്ള ശ്രമം. ഈ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വിവിധ മതവിഭാഗങ്ങൾക്കിടയിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിലും സംഘർഷങ്ങൾ കുറവാണ്. ഒരു പള്ളിത്തർക്കം പോലും ഉണ്ടായിട്ടില്ല ഈ മലപ്പുറം ജില്ലയിൽ AP EK വിഭാഗങ്ങൾ തമ്മിൽ. അവർ പരസ്പരം സഹകരിക്കുന്നത് കൊണ്ടല്ല, ഏകപക്ഷീയമായി സർക്കാരിൻ്റെ സഹായം, സർക്കാർ നിഷ്പക്ഷത പാലിക്കുന്നു. ഏത് ഭാഗത്താണോ നീതി ആ ഭാഗത്ത് ഗവൺമെന്റ് നിൽക്കും. അല്ല, കാന്തപുരം വിഭാഗം ഇത്തവണയും ഇടതു മുന്നണിയെ സഹായിക്കും 100%. കാരണം അവരുടെ സംഘടനാ താല്പര്യങ്ങൾ പരിരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അതിലെന്താ സംശയം? ഏറ്റവും അവസാനം ഇന്ത്യയിൽ ആദ്യത്തെ യുനാനി എയ്ഡഡ് മെഡിക്കൽ കോളേജ് AP വിഭാഗത്തിനാണല്ലോ കൊടുത്തത്. യുനാനി മെഡിക്കൽ കോളേജ് സഹായിക്കും എന്നൊരു പ്രതീക്ഷ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അവരുടെ നിലപാട് എന്താണ്? സഹായിക്കുന്നവരെ സഹായിക്കും. ഒരു സംഘടന എന്നുള്ള നിലയിൽ ആ സംഘടനയെ സഹായിക്കുന്നവരെ ആ സംഘടന സഹായിക്കും. അതിലെന്താ സംശയം? പക്ഷേ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പൊതുവേ ഒരു അവരുടെ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവർക്കിടയിൽ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന് മുകളിലൊരു ട്രസ്റ്റ് ഇല്ലായ്മ വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? അല്ല, ട്രസ്റ്റ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 10 ലക്ഷം വോട്ടുകൾ ഈ ജില്ലയിൽ LDFന് കിട്ടി. 15 ലക്ഷം വോട്ടുകൾ UDFനും കിട്ടി. ഈ 10 ലക്ഷം വോട്ടിൽ ഭൂരിപക്ഷവും മുസ്ലിം വോട്ടാണ്. കാരണം BJP വോട്ട് കഴിച്ചിട്ട് വേണ്ടേ, ബാക്കി ഹിന്ദു വോട്ടല്ലേ ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും കിട്ടുകയുള്ളൂ. ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇല്ല, മുസ്ലിം ന്യൂനപക്ഷങ്ങളും LDFും തമ്മിലൊരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇല്ല. അല്ല, പ്രചണ്ഡമായ പ്രചാരവേലകളിലൂടെ അത്തരം ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിലൊരു തവണ വഞ്ചിതരായിട്ടുണ്ട്. പക്ഷേ എല്ലാ തവണയും അവർ വഞ്ചിതരാവില്ല, ഉറപ്പായിട്ടും. കാരണം അവർക്കറിയാം യഥാർത്ഥത്തിലുള്ള ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ സുഹൃത്തുക്കൾ ആരാണ് എന്ന്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ലീഗുകാരും അതുപോലെ തന്നെ മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവരും പ്രചരിപ്പിക്കുന്നത് അവർ സംഘികളാണ് എന്നാണ്. സത്യത്തിൽ എന്തുമാത്രം അപകടകരമായൊരു വാദമാണത്. ഈ രാജ്യത്ത് ജന്മം കൊണ്ട് ഹൈന്ദവരും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള സഖാക്കൾ, അവർ ഏതൊരു ജനവിഭാഗത്തിൻ്റെയും അടിച്ചമർത്തപ്പെടുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ, ഇരകളാക്കപ്പെടുന്നവർ അവരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. എസ്പെഷ്യലി ലോകതലത്തിൽ തന്നെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വികാരങ്ങളുടെ കൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിലകൊണ്ടിട്ടുള്ളത്. ഏറ്റവും അവസാനം ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് ചൈന, കമ്മ്യൂണിസ്റ്റ് ഉത്തര കൊറിയ,
അവരൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ നിഷ്പക്ഷത പാലിക്കാം, അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള വൈദഗ്ധ്യം കൈമാറാതിരിക്കാം. എങ്ങനെയെങ്കിലും ഇറാൻ എന്ന് പറയുന്ന പർദ്ദ ധരിച്ച സ്ത്രീകളുള്ള നാട്, താടിയും തലപ്പാവും വെച്ച നേതാക്കന്മാരുള്ള നാട്, ആ നാടിനെ നാമാവിശേഷമാക്കാൻ അമേരിക്കക്ക് ഒരു മൗനാനുവാദം നൽകാം. പക്ഷേ അവരത് ചെയ്യാതെ അവർ എന്തുകൊണ്ടാണ് ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇറാഖിന്റെ പക്ഷത്ത് നിന്നത്? എന്തുകൊണ്ടാണ് അവർ മുഅമ്മർ ഗദ്ദാഫിയുടെ പക്ഷത്ത് നിന്നത്? ശരി, ഇതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഈ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് നേരെ, മലപ്പുറം ജില്ലയ്ക്ക് നേരെ പറയാവുന്നതിൽ വെച്ച് ഏറ്റവും മോശം വാക്കുകൾ പറഞ്ഞ ആളെ, ഏറ്റവും അടുത്ത ഒരാളെ പോലെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതിൽ നിന്നുള്ള ആ ഒരു വ്രണം കേരളത്തിലെ ഈ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മലപ്പുറത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായക്കാരെ സംബന്ധിച്ച് അത് അത്ര പെട്ടെന്ന് ഉണങ്ങുന്നതാണോ? അത് അല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലയെയോ മലപ്പുറത്തെ മുസ്ലിങ്ങളെയോ അല്ല ഉദ്ദേശിച്ചത്. 85 വയസ്സായല്ലോ വെള്ളാപ്പള്ളി നടേശന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരമൊന്നും നമ്മൾ വാക്കർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞു, ഞാൻ ലീഗിനെയാണ് ഉദ്ദേശിച്ചത്. ലീഗ് ഞങ്ങൾക്ക് ഒരൊറ്റ എയ്ഡഡ് സ്ഥാപനവും ഈ മലപ്പുറം ജില്ലയിൽ നൽകിയിട്ടില്ല. എയ്ഡഡ് സ്ഥാപനം 4 എയ്ഡഡ് കോളേജുകൾ കഴിഞ്ഞ തവണ UDF ലീഗ് മാനേജ്മെൻറ്റുകൾക്ക് കൊടുത്തു. ഒന്ന് യൂണിറ്റി വിമൻസ് കോളേജ്, അതുപോലെ തന്നെ മറ്റൊന്ന് നിലമ്പൂരിലെ അമൽ കോളേജ്, വേറെ ഒന്ന് വേങ്ങരയിൽ ഒരു മലബാർ അഡ്വാൻസ്ഡ് കോളേജ്, നാലാമത്തേത് ആദവനാട് യത്തീംഖാനക്ക് ലീഗ് മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനത്തിന് ഒരു വിമൻസ് എയ്ഡഡ് കോളേജ്. ഇങ്ങനെ സ്ഥാപനങ്ങളൊക്കെ ലീഗ് മാനേജ്മെൻറ്റുകൾക്ക് കൊടുത്തപ്പോഴും ഒരു LP സ്കൂൾ പോലും ഞങ്ങൾക്ക് എയ്ഡഡ് മേഖലയിൽ അനുവദിച്ചില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ ലീഗ് ബാധ്യസ്ഥമാണ്. ഒരുപാട് കാലം പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ മുന്നണിയുടെ ഭാഗമായി ലീഗും SNDPയും ഈ വെള്ളാപ്പള്ളി നടേശനും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിലാഷും ഞാനും ഒരുമിച്ച് പ്രവർത്തിച്ചു. എന്നെക്കുറിച്ച് അഭിലാഷിന് നല്ലൊരു അഭിപ്രായം പറയാൻ ഞാൻ അവസരമുണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റ് ആരുടേതാണ്? അപ്പോൾ ഈ പ്രശ്നത്തിൽ കുറ്റക്കാർ ലീഗാണ്, വെള്ളാപ്പള്ളി നടേശൻ അല്ല എന്നാണോ? അല്ല, ലീഗ് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് അല്ലെങ്കിൽ SNDPക്ക് ഒരു LP സ്കൂൾ പോലും എയ്ഡഡ് രംഗത്ത് കൊടുക്കാതിരുന്നത്? വെള്ളാപ്പള്ളി നടേശൻ ആ കാലത്തെ പറ്റി മാത്രമല്ല പറഞ്ഞേ, ഇപ്പോഴും ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഗവൺമെന്റ് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ ലീഗിന്റെ ഫണ്ട് കൊടുത്തില്ല, അതിന്റെ പേരിലാണ് ഇപ്പോഴും ലീഗിന് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് പറയാൻ പറ്റും. പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, വ്യാഖ്യാനിക്കാം. മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുമ്പോൾ എല്ലാവരോടും നീതി പുലർത്തിയില്ല എന്നുള്ളൊരു വികാരം എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു? അത് സൃഷ്ടിക്കാൻ പാടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, മലപ്പുറത്തിനെതിരായിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞു എന്നൊക്കെ. വെള്ളാപ്പള്ളി എനിക്കെതിരെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് ഡോക്ടർ മുബാറക് പാഷയെ നിയമിച്ചപ്പോൾ അതിനെതിരായിട്ട് വിമർശനം ചെയ്തത് മലപ്പുറത്തിൻ്റെ മന്ത്രിയാണ് ജലീൽ എന്ന് പറഞ്ഞു. അന്നെന്താ ഈ മലപ്പുറം വികാരം ഇവർക്ക് ഉണ്ടാകാതിരുന്നത്? അപ്പം എന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്നും പറയാം, കുഴപ്പമില്ല. അത് വെള്ളാപ്പള്ളി നടേശൻ മതേതരനായതുകൊണ്ട് പറയുകയാണ്. ലീഗിനെ ഒന്നും പറയാൻ പറ്റില്ല. മുസ്ലിം നാമധാരികളോട് മുഴുവൻ ഈ പ്രശ്നം ഇല്ലേ വെള്ളാപ്പള്ളി നടേശൻ? ഇല്ല, ഒരിക്കലും ഇല്ല. പേരുകളെല്ലാം പരിശോധിച്ചാൽ യൂസഫ് അലിയോടുണ്ടാവും. അത് ശരി, അത് MA യൂസഫ് അലി മുസ്ലിം അല്ലേ? MA യൂസഫ് അലിയോട് ആർക്കും പ്രശ്നമില്ല. അല്ല, ആർക്കും പ്രശ്നമില്ല. അതെന്തുകൊണ്ടാണ്? അയാളുടെ സമീപനം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഈ മറ്റു മത സംഘടനകൾ അല്ലെങ്കിൽ സമുദായ സംഘടനകളുടെ ഒരു വെറുപ്പ് സമീപകാലത്ത് സമ്പാദിക്കേണ്ടതായിട്ട് വന്നത്? എന്ത് CH ഉള്ള കാലത്ത് SNDPക്കോ NSSനോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ട ഏക മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയ സാഹിബാണ്. CHന് ശേഷം ഒരാളെയും അവർ വിളിച്ചിട്ടില്ല. അപ്പം എന്തുകൊണ്ടാണത് എന്ന് ലീഗ് പുനർവിചിന്തനം നടത്തണം. ലീഗാണ് പ്രശ്നം. ലീഗാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ സമീപകാലത്തെ നിലപാടുകളാണ് പ്രശ്നം. അല്ല, ഇപ്പോൾ നേരത്തെ ഈ വെൽഫെയർ പാർട്ടിയെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. വെൽഫെയർ പാർട്ടി 139 മണ്ഡലങ്ങളിലും UDFനെ പിന്തുണയ്ക്കുകയാണ്, നേമത്ത് LDFനെയും പിന്തുണയ്ക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ കാണിക്കുന്ന ഒരു ആർജവം ഇപ്പോൾ SDPയെ വിമർശിക്കുന്ന കാര്യത്തിൽ ഇല്ലല്ലോ. അതൊക്കെ ഉണ്ട്. SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും RSSനെയും ഒക്കെ വിമർശിക്കുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്, ഇടതുപക്ഷം മാത്രമാണ്. അവർക്കതിൽ യാതൊരു വകഭേദവുമില്ല.
SDPI ഇപ്പൊ കടുത്ത ഇടത് വിരോധം കാണിക്കുന്നില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സവിശേഷമായി അങ്ങനെയൊന്നുമില്ല. അവർ ശ്രദ്ധിക്കുന്ന ഒരു എനിക്കെതിരെ കാര്യമാണ്. മത്സരിക്കുന്നുണ്ടല്ലോ, എനിക്കെതിരെ മത്സരിക്കുന്നു. സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കെതിരെ മത്സരിക്കുന്നത് ഒരു അബ്ദുൽ ജലീലാണ്. എനിക്കെതിരെ മത്സരിക്കുന്നത് ഒരു അബ്ദുൽ ജലീൽ തന്നെയാണ്. ഞങ്ങളുമായിട്ടല്ല SDPI എന്തെങ്കിലും തരത്തിലുള്ള ധാരണ. മഞ്ചേശ്വരത്തല്ലേ SDPI പിൻവലിച്ചത്? ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണോ അത് പിൻവലിച്ചത്? UDF-ന്റെ സമ്മർദ്ദം കൊണ്ടാണെന്നാണോ വിചാരിക്കുന്നത്? ഞങ്ങൾ അങ്ങനെയല്ല. കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ കാര്യമില്ലെന്നാ പറഞ്ഞത്. അതെ, ആർക്കാണ് കാര്യം? ആർക്കാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്? അവിടെ 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ആർക്കായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക? SDPIക്ക് SDPIയുടേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടാവാം. ഞാനതിൽ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പറയുന്നത് SDPIയെ ഇപ്പോൾ ലീഗ് വിമർശിക്കുന്നുണ്ടോ? ഞങ്ങൾ SDPIയെ ശക്തിയുക്തം എതിർക്കുന്നു എന്നൊക്കെയാണല്ലോ അവരെ അവകാശപ്പെടാറ്, കോൺഗ്രസ് അവകാശപ്പെടാറ്. ഇപ്പോൾ അവർ SDPIയെ അത്ര കണ്ട് എതിർക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ പല രാഷ്ട്രീയ വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. എന്തുകൊണ്ടാണ് ഈ വെൽഫെയർ പാർട്ടി വിഷയമൊന്നും ഇപ്പോൾ അത്ര സജീവമായി വരുന്നില്ല? പക്ഷേ അടുത്തിടയ്ക്ക്, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങൾ CPM-ന്റെ 2 മുതിർന്ന നേതാക്കൾ ഒറ്റനോട്ടത്തിൽ അബ്സേർഡ് എന്ന് തോന്നുന്ന ചില വാദങ്ങൾ ഉന്നയിച്ചു. AK ബാലൻ പറഞ്ഞു KM ഷാജിയെ വേങ്ങരയിൽ മത്സരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി നിർദ്ദേശിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എളമര കരീം പറയുന്നു MK മുനീറിന് സീറ്റ് കൊടുക്കാത്തത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുകൊണ്ടാണെന്നാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി സംഗതി വീണ്ടും അവസാനം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും നിഗമനമനുസരിച്ച്, അവരുടെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് അവർ പറയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ CPIM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഓരോരുത്തർക്കും അവരവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നു. അങ്ങനെ തന്നെയാണ് മറ്റു പാർട്ടികളിൽപ്പെട്ട ആളുകളും സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന് ലീഗ് നേതാക്കന്മാർ പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അതൊക്കെ ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യലാണ്. ഇപ്പോൾ പൊടുന്നനെ ഈ ജമാഅത്തെ ഇസ്ലാമി വീണ്ടും രംഗപ്രവേശം ചെയ്തത് എന്തുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു സംശയം. എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു സംഘി പാർട്ടി, ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയിൽ സെറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അത് രാഷ്ട്രീയ നേട്ടത്തിനായിരിക്കും. അപ്പോൾ അത് തിരിച്ചു ചെയ്യാണോ? അത് രാഷ്ട്രീയ നേട്ടത്തിന് അവർ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വെട്ടുമ്പോൾ, വാളുകൊണ്ട് വെട്ടുമ്പോൾ പരിചയം കൊണ്ട് തടുക്കണമെന്നല്ലേ യുദ്ധമുറ? പരിചയമാണ്. അങ്ങനെയല്ലേ അഭിലാഷ്? നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നമ്മൾ അങ്ങോട്ടും പെരുമാറും. 3ാം ഭരണം ഉണ്ടാവോ എന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. കാരണം സർക്കാരിനെതിരായിട്ടൊരു വികാരമുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഏത് മേഖലയിൽ? ഒരാളോട് നിങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ള വികാരം എന്തുകൊണ്ട്? അതെ, സർക്കാരിനെതിരായിട്ട് എനിക്ക് വികാരമുണ്ട്. ഇവിടുത്തെ റോഡുകൾ കുണ്ടുകളും കുഴികളും കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ നമുക്ക് ആ ഒരു എതിർവികാരമുണ്ട് എന്ന് പറയാം. വിദ്യാഭ്യാസ രംഗത്ത് വളരെ കുത്തഴിഞ്ഞൊരവസ്ഥയുണ്ടെങ്കിൽ ആ രംഗത്ത് അതുണ്ടെന്ന് പറയാം. ആരോഗ്യരംഗത്ത്, ആരോഗ്യ മേഖലയിൽ വലിയ കെടുകാര്യസ്ഥത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെതിരായിട്ടൊരു വികാരമുണ്ട് എന്ന് പറയാം. ഏത് മേഖലയിൽ? ദേശീയപാതക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ല, അത് 10 വർഷക്കാലം ഭരണം കിട്ടിയിട്ടും കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. പറയാൻ പറ്റുമോ? ഏത് മേഖലയിലാണ് സർക്കാരിനെതിരായിട്ട് ഒരു എതിർവികാരമുള്ളത് എന്നുള്ളത് നിങ്ങൾ പറയണം. ശരി, എന്തായാലും ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ്. 3ാം തവണ തീർച്ചയായിട്ടും വരും, ഒരു തർക്കവും ഇല്ല. ശരി, ചുവപ്പിന്റെ 3ാം ഊഴം എന്ന് പറഞ്ഞ് ഞാനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ശരി. വരുന്നതിന് മുമ്പ് പുസ്തകം എഴുതി. തയ്യാറാണ്. പുസ്തകം എഴുതി. ചുവപ്പിന്റെ 3ാം ഊഴം, എന്തുകൊണ്ടാണ് ചുവപ്പ് 3ാം ഊഴത്തിലേക്ക് വരേണ്ടത് എന്നുള്ളതിന്റെ പ്രസക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. എന്തായാലും ചുവപ്പിന് 3ാം ഊഴം വരുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.